ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയെ 5ാമത്തെ ചാപ്റ്റർ നന്നാവാൻ ഒന്നാവാം. അതിലെ ഒരു പാഠഭാഗമാണ് ചോദ്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുന്നേയുള്ള പാവയൂണ് എന്നുള്ള പാഠഭാഗം നോക്കിക്കഴിഞ്ഞു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ക്ലാസ് കയറി കാണാവുന്നതാണ്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വായിക്കാം. സ്നേഹവും സമഭാവനയുമെല്ലാം നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരണം. ഉറുമ്പിന്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ചോദ്യം: എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടി ചാടി? ആരാ അത് ചോദിക്കുന്നത്? ആനയുടെ മുകളിലിരിക്കുന്ന ഉറുമ്പാണ്. അപ്പോൾ തവള മറുപടി പറയുന്നുണ്ട്, ചാടിച്ചാടി അല്ലാതെ പിന്നെ തുഴഞ്ഞു പോണോ? അല്ല പിന്നെ. തവളയ്ക്ക് ദേഷ്യം വന്നു അല്ലേ? ഉറുമ്പിന്റെ ചോദ്യം കേട്ടപ്പോൾ തവളയ്ക്ക് ദേഷ്യം വന്നു. ആനയുടെ മുകളിലാണ് ഉറുമ്പിരിക്കുന്നതല്ലേ, അപ്പോ തനിക്ക് പൊക്കം കൂടി എന്നുള്ള മട്ടിലാണ് ഉറുമ്പിന്റെ സംസാരം. പിന്നെ കണ്ടതൊരു കിളിയെയാണ്. അപ്പൊ ഉറുമ്പ് കിളിയോട് ചോദിച്ചു, ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണാവോ? കിളി എന്ത് പറഞ്ഞു? പറന്നല്ലാതെ പിന്നെ നീന്തി പോണോ? ഓരോ ചോദ്യം കേട്ടില്ലേ? കിളിക്കും ദേഷ്യം വന്നു. അടുത്തുറുമ്പ് ആരെയാ കണ്ടത്? ആനപ്പുറത്തങ്ങനെ ഇരുന്നപ്പോ പാമ്പിനെ കണ്ടു. ഇഴഞ്ഞിഴഞ്ഞത് എങ്ങോട്ടാ? രാവിലെ തന്നെ. അപ്പൊ പാമ്പ് എന്ത് മറുപടി പറഞ്ഞു? ഈ പാവങ്ങളും ജീവിച്ചു പൊയ്ക്കോട്ടെ, അവന്റെ ഒരു അഹങ്കാരം എന്ന് പാമ്പ് മറുപടി പറഞ്ഞു. ആനപ്പുറത്തിരിക്കുന്ന ഉറുമ്പിന് ഭയങ്കര അഹങ്കാരമായി പോയല്ലേ, അതാണ് ആ പാമ്പ് അവിടെ പറഞ്ഞത്. അത് കേട്ട ഉറുമ്പ് പറയുകയാണേ, ഹാവൂ, ഒരാളോട് ഒന്നും ചോദിച്ചുകൂടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ആന എന്ത് പറഞ്ഞു? കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ. നാം എന്തു കൊടുക്കുന്നതോ അത് നമുക്ക് തിരിച്ചു കിട്ടും. നാം എന്ത് വിതയ്ക്കുന്നോ അതായിരിക്കും നമുക്ക് കൊയ്യാനും സാധിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ആന പറഞ്ഞു. ഇതാരെഴുതിയതാ? NT രാജീവ്. ആനക്കാര്യം എന്റെ കാര്യവും എന്ന കൃതിയാണ്. നാം ഒരാളോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ആയിരിക്കും അവർ നമ്മളോടും തിരിച്ചു പെരുമാറുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെയാണ് പെരുമാറുന്നതെങ്കിൽ അതേ സന്തോഷത്തിലായിരിക്കും മറ്റുള്ളവർ നമ്മളോടും പെരുമാറുന്നത്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും തന്നെ നമുക്ക് തിരിച്ചും കിട്ടുന്നത്. അതായത് നമ്മൾ സ്നേഹവും ബഹുമാനവും കൊടുത്താൽ തിരിച്ചും സ്നേഹവും ബഹുമാനവും കിട്ടും. വെറുപ്പും ദേഷ്യവുമാണ് കൊടുക്കുന്നതെങ്കിലോ തിരിച്ചും അതായിരിക്കും കിട്ടുന്നത്. നമുക്ക് പാഠഭാഗ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1: ചോദ്യങ്ങളിൽ നിന്ന് ഉറുമ്പിന്റെ സ്വഭാവത്തെ പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് എഴുതാം. ഉറുമ്പിന്റെ തവളയോടും പാമ്പിനോടും കിളിയോടുമുള്ള ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഉറുമ്പിന്റെ അഹങ്കാരവും മറ്റുള്ളവരോട് പുച്ഛമാണുള്ളതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ലോകകാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനമുണ്ടെന്ന ഭാവവും താൻ പറഞ്ഞതാണ് ശരിയെന്നുള്ള വിശ്വാസവും ഉറുമ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത ചോദ്യം: സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ സംഭാഷണം മാറ്റി എഴുതി കാർട്ടൂൺ തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറുമ്പ് സംസാരിക്കുന്നത് ആരോടൊക്കെയാണ്? തവളയോട്, കിളിയോട്, പാമ്പിനോട് അല്ലേ? അപ്പോൾ ഇവരുടെ 3 പേരുടെയും ചിത്രങ്ങളൊക്കെ വരച്ച് വേണം കാർട്ടൂൺ തയ്യാറാക്കുക. സംഭാഷണം ഞാൻ എഴുതി തരാം, നിങ്ങൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കണം. സംഭാഷണം വായിക്കാം. ഉറുമ്പ്: കൂട്ടുകാരാ, എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ട് പോകുന്നത്? തവള: ഞാൻ ഭക്ഷണം തേടി ഇറങ്ങിയതാണ് കൂട്ടുകാരാ, നീ എങ്ങോട്ടാ? ഉറുമ്പ്: ഞാനും ഭക്ഷണം തേടി ഇറങ്ങിയതാണ്. ഉറുമ്പ് അടുത്ത കുരുവിയെ കാണുന്നു. ഉറുമ്പ്: സുഖമല്ലേ കുരുവി, എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. കുരുവി: ഞാൻ എന്റെ കുഞ്ഞിന് ആഹാരവും കൊണ്ട് കൂട്ടിലേക്ക് പോവുകയാണ്. ഉറുമ്പ്: ശരി കുരുവി, പിന്നെ കാണാം. അടുത്ത് ഉറുമ്പ് പാമ്പിനെ കാണുന്നു. ഉറുമ്പ്: എവിടെ പോകുന്നു പാമ്പ് ചേട്ടാ? പാമ്പ്: എനിക്ക് ഇരയൊന്നും കിട്ടിയില്ല, ഞാൻ ഇര തേടി ഇറങ്ങിയതാണ്. ഉറുമ്പ്: ശരി, എങ്കിൽ നടക്കട്ടെ, ഞാനും ഭക്ഷണം തേടി പോവുകയാണ്. ഇത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റി എഴുതി ചിത്രവും വരയ്ക്കുക. ചോദ്യം എന്ന ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.